നമസ്കാരം. മാധ്യമലോകത്ത് നടപ്പ് കാലയളവിൽ ഒരു വാർത്തയുടെ ആയുസ് ഒരു ദിവസമോ 2 ദിവസമോ ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറുകയും മാധ്യമങ്ങൾ അടുത്ത വാർത്തകൾക്ക് വേണ്ടി ഓടിത്തുടങ്ങുകയും ചെയ്യും. പണ്ടൊക്കെ അനീതിക്കെതിരെ പടപൊരുത്ത നീതിയുടെ വാളുകളായിരുന്നു മാധ്യമം. ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നാണ് മാധ്യമങ്ങൾക്ക് വിശേഷണം. പക്ഷേ ഇന്ന് റേറ്റിംഗിനും ബ്രാൻഡിങ്ങിനും വേണ്ടി ഓടിത്തളർന്ന് അവശരാകുന്ന മാധ്യമങ്ങൾക്ക് സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള ശേഷി ഇല്ല. ഇത് പൊതുജനത്തിനും മാധ്യമങ്ങൾക്കും അറിയാം. മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ നിർത്തിപ്പോകേണ്ടി വന്ന അവസ്ഥ പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഡോക്ടറും വിശ്വപ്രസിദ്ധ സംഗീതജ്ഞനായ വേടനും പയ്യെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയ വലിയ വെല്ലുവിളികളും പോരുകളും ജനം മറന്നു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ പറയാത്തതും ജനങ്ങൾ ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിലെ നായകൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. എന്തൊക്കെയായിരുന്നു പ്രകമ്പനങ്ങൾ? AK-47, മലപ്പുറം കത്തി, അമ്പുമില്ലും, അവസാനം പാവനാഴി ശവമായി. VC-ക്കെതിരായ SFI-ക്കാരുടെ ഉപരോധം നീരാവി പോലെ ആകാശത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. കോടതി വരാന്തകളിൽ ഗവർണറെ ഏത്തമിടിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ഈ രാഷ്ട്രീയ കുഞ്ഞന്മാർ ഇപ്പോൾ മുദ്രാവാക്യം വിളിവരെ ഉപേക്ഷിച്ച് ക്ലാസ് മുറിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളോട് വാക്കുകളിലൂടെ പ്രതികരിക്കുമായിരുന്നെങ്കിൽ ആർലേക്കർ പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വെടിപ്പായി ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച വരെ തീജ്വാലയായി നിന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇപ്പോൾ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചം പോലും ഇല്ലാതെയായി. രജിസ്ട്രാറിനെതിരെ നടപടികളുമായി VC മുന്നോട്ടു പോകുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കണമോ എന്നുള്ള സന്ദേഹത്തിലാണ് ഇക്കൂട്ടർ. അപ്പോൾ ചോദ്യം ഇതാണ്: ആരാണ് ഈ ആർലേക്കർ? ഉത്തരം കേരളത്തിന്റെ ഗവർണർ എന്നായിരിക്കാം. പക്ഷേ ആർലേക്കർ അതിനും അപ്പുറത്താണ്. RSS എന്ന ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും അടവുകൾ 18 പഠിച്ചിറങ്ങിയ ആർലേക്കറിനോട് ഏറ്റുമുട്ടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും SFI കുഞ്ഞന്മാരുടെയും നിലവിലെ രാഷ്ട്രീയ പരിചയം പോരാതെ വരും. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിനോട് ഗവർണറും RSSുമായ ആർലേക്കർ അനിഷ്ടം വച്ചു പുലർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. കേരളത്തിനു വേണ്ടി ദില്ലിയിൽ പോവുകയും സംസാരിക്കുകയും ചെയ്ത ഗവർണർ കേരളത്തിന് എതിരല്ല എന്ന കാര്യമെങ്കിലും രാഷ്ട്രീയം മാത്രം ചവച്ചരച്ച് കഴിക്കുന്ന ഇവിടുത്തെ വിമർശക സിംഹങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും അദ്ദേഹം മാന്യമായ അടുപ്പം വച്ചു പുലർത്തുന്നുണ്ട്. JNUവിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഷ്ട്രവിരുദ്ധ ലോബികൾ രാജ്യത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കുടിയേറുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അവിടെ നഷ്ടപ്പെട്ട മേൽക്കോയ്മ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുമെന്നവർക്കുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഗവർണർ നടത്തിയത്. വലിയ വായിൽ വർത്തമാനം പറയുന്ന കേരളത്തിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും പകുതി പോലും അഡ്മിഷൻ പൂർത്തിയാകാതെ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ ഞാണിന്മേൽ കളി. കേരളത്തിലെ മിടുക്കന്മാരായ കുട്ടികൾ ഈ സംസ്ഥാനം വിട്ടുപോകുകയും തദ്ഫലമായി കേരളത്തിന്റെ ബൗദ്ധിക ശക്തി ചോർന്നു പോകുകയും ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം സിൻഡിക്കേറ്റിൽ ക്വാളിഫിക്കേഷൻ നേടിയ പ്രബുദ്ധർ തയ്യാറാവണം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഭ്യാസം പഠിക്കേണ്ടി വരുമെന്ന് വ്യക്തമായി തന്നെ ഗവർണർ തെളിയിച്ചു കഴിഞ്ഞു. കേരള വിദ്യാഭ്യാസത്തിന് കൂടുതൽ ദിശാബോധം നൽകുകയും രാഷ്ട്രീയത്തിന് ഉപരിയായി വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് അവരുടെ ജന്മാവകാശമായ വിദ്യാഭ്യാസം ഫലപ്രദമായി നൽകുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ആർലേക്കർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശുദ്ധവും ദൃഢവുമായതുകൊണ്ട് അതിനെതിരെ ജയിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല.